നമസ്കാരം. രാഹുൽ ഗാന്ധിയുടെ പൗരത്വ വിഷയം ഡൽഹി ഹൈക്കോടതിയിൽ നടക്കുന്ന ഒരു കേസാണ്. സുബ്രഹ്മണ്യം സ്വാമിയാണ് അതിൻ്റെ പെറ്റീഷണർ. ഈ കേസ് കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്ന മുറയ്ക്ക് നമ്മളുടെ പ്രേക്ഷകരെ അതിൻ്റെ ഒരു അപ്ഡേറ്റ് അറിയിക്കാറുണ്ട്. അപ്പോൾ ഇന്നലെയാണ്, അതായത് ഡിസംബർ 6-നാണ് കോടതി ഈ കേസ് വീണ്ടും പരിഗണിച്ചത്. അപ്പോൾ ഈ കേസിനെ സംബന്ധിച്ച് നമ്മൾ കുറേ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ്. ആ വീഡിയോകളെല്ലാം ഈ വീഡിയോയുടെ ആദ്യ കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കേസിനെ സംബന്ധിച്ച ഒരു ആമുഖമോ ഇൻട്രൊഡക്ഷനോ ഒന്നും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല. അപ്പം പഴയ വീഡിയോകൾ പിൻ ചെയ്ത് വെച്ചിരിക്കുന്നത് കാണുവാൻ ശ്രമിക്കുക. ഈ രാഹുൽ ഗാന്ധി ഒരു ബ്രിട്ടീഷ് പൗരനാണെന്ന് തെളിയിക്കുന്ന രേഖകൾ 2019 തന്നെ സുബ്രഹ്മണ്യം സ്വാമി ആഭ്യന്തര മന്ത്രാലയത്തിന് നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഹോം മിനിസ്ട്രിയുടെ നിലപാട് എന്താണ് എന്ന് കോടതിയെ അറിയിക്കുവാനാണ് ഇന്നലെ ഡൽഹി ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ഹോം മിനിസ്ട്രിയോടാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ഗവൺമെൻറ്റിൻ്റെ നിലപാട് അറിഞ്ഞിട്ട് ഈ സ്വാമി സബ്മിറ്റ് ചെയ്ത ഡോക്യുമെൻറ്റ്സിൽ എന്ത് നിലപാടാണ് ഗവൺമെൻറ് സ്വീകരിച്ചത്, ഗവൺമെൻറ്റിൻ്റെ തീരുമാനം എന്താണ്, ഗവൺമെൻറ്റിൻ്റെ പൊസിഷൻ എന്താണ്, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു നിലപാട് എന്താണെന്ന് അറിഞ്ഞിട്ട് കോടതിക്ക് മറ്റു നടപടികളിലേക്കും ഒക്കെ കടക്കാം എന്നാണ് ഹൈക്കോടതിയുടെ ഇന്നലത്തെ ഒരു തീരുമാനം. ഈ രാഹുൽ ഗാന്ധി ഒരു ബ്രിട്ടീഷ് പൗരനാണെന്ന് സുബ്രഹ്മണ്യ സ്വാമി അല്ല പറയുന്നത്. യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി ഒരു ബ്രിട്ടീഷ് പൗരനാണെന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി തന്നെയാണ്. 2003 ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് ഇയാൾ സബ്മിറ്റ് ചെയ്ത ഒരു അഫിഡവിറ്റിൽ ഇയാൾ പറയുന്നത് തൻ്റെ നാഷണാലിറ്റി ഈസ് ബ്രിട്ടീഷ് എന്നാണ്. നാഷണാലിറ്റിയുടെ കോളത്തിൽ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്നത് ബ്രിട്ടീഷ് എന്നാണ്. 2003 മാത്രമല്ല, അതിന് ശേഷമുള്ള 2-3 കൊല്ലം ഈ ബ്രിട്ടീഷ് നാഷണാലിറ്റി ഇയാൾ അവിടെ ബ്രിട്ടീഷ് ഗവൺമെൻറ് അഫിഡവിറ്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്നുകിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് അടുത്ത് രാഹുൽ ഗാന്ധി കൊടുത്ത അഫിഡവിറ്റ് കള്ളമാണ്, ഇയാൾ അവിടെ കള്ളം പറയുകയായിരുന്നു, അല്ലെങ്കിൽ ഇയാൾ ഒരു ബ്രിട്ടീഷ് സിറ്റിസനാണ്, അല്ലെങ്കിൽ ഇയാളൊരു ഇന്ത്യൻ സിറ്റിസനാണ്. ഇതിൽ ഏതെങ്കിലും ഒന്നേ ആവാൻ സാധ്യതയുള്ളൂ. അപ്പോൾ അത് രാഹുൽ ഗാന്ധിയൊക്കെ പറഞ്ഞാൽ മതി. ഈ സ്നേഹത്തിൻ്റെ കടയൊക്കെ തുറന്നു വെച്ചിരിക്കുന്നുണ്ട്, കള്ളം പറയാൻ വകുപ്പില്ല. ഇപ്പം ഇംഗ്ലീഷ് ഗവൺമെൻറ്റിൻ്റെ അടുത്ത് ഇയാൾ കള്ളം പറഞ്ഞു എന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധ്യതയില്ല. കാരണം സ്നേഹത്തിൻ്റെ കടക്കാരനാണ്, അവർ കള്ളമൊന്നും പറയത്തില്ല. അപ്പോൾ ഇയാളൊരു ബ്രിട്ടീഷ് സിറ്റിസനാണ്. അതാവുമോനെ തരവുള്ളൂ. അതങ്ങ് സമ്മതിച്ചാൽ മതി, പ്രശ്നമങ്ങ് തീരും. നാട്ടുകാർക്കും സമയം നഷ്ടമില്ല, ഈ ന്യൂസിൻ്റെ പുറകെ പോയി കോടതിക്കും സമയലാഭം. പിന്നെ സുബ്രഹ്മണ്യ സ്വാമി അയാളുടെ കേസും പിൻവലിച്ച് പൊക്കോളും. പക്ഷേ ഇയാൾ മിണ്ടുന്നില്ല. 2019 സുബ്രഹ്മണ്യം സ്വാമി സബ്മിറ്റ് ചെയ്ത ഈ പ്രൂഫിൻ്റെ അടിസ്ഥാനത്തിൽ 2019 ആഭ്യന്തര മന്ത്രാലയം രാഹുൽ ഗാന്ധിക്ക് ഒരു കത്തയച്ചു. സുബ്രഹ്മണ്യ സ്വാമി ഇങ്ങനെ പറയുന്നു, താങ്കളുടെ നാഷണാലിറ്റി ബ്രിട്ടീഷ് ആണെന്ന്. അയാൾ ഇങ്ങനൊരു പ്രൂഫും തന്നിട്ടുണ്ട്. ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ്, ഇത് സത്യമാണോ അല്ലയോ, താങ്കൾ തന്നെ പറ. ഇന്നേ ദിവസം വരെ ആ കത്തിന് മറുപടി കൊടുത്തിട്ടില്ല. ഇപ്പോൾ ഇയാളൊരു ഇന്ത്യൻ സിറ്റിസൺ ആണെങ്കിൽ ഇയാൾക്ക് കത്തിന് മറുപടി കൊടുക്കാതിരിക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ. ഇന്ത്യൻ സിറ്റിസനായിട്ടാണ് ഇവിടെ ഇലക്ഷൻ നിന്നതും ജയിച്ചതും MP ആയിട്ടും ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിട്ടും ഒക്കെ ഇരിക്കുന്നത്. അപ്പം ഇന്ത്യൻ സിറ്റിസൺ ആണെന്ന് ബോധ്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇന്ത്യൻ സിറ്റിസൺ ആണെങ്കിൽ ഇയാൾക്കത് അക്സെപ്റ്റ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഇയാൾ ബ്രിട്ടീഷ് സിറ്റിസൺ ആണെന്ന് നമ്മൾ സംശയിക്കണ്ടേ? സ്വാമി പറയുന്ന ആർഗ്യുമെൻറ്റ് ശരിയാണെന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും. അതായത് രാഹുൽ ഗാന്ധിയുടെ പൗരത്വം തന്നെ സംശയത്തിൻ്റെ നിഴലിലാണ്. അതായത് ഈ ബ്രിട്ടീഷ് പൗരനാണെന്നുള്ള സംശയം വെച്ചുകൊണ്ടാണ് ഇയാൾ ഇവിടെ MP ആയതും പ്രതിപക്ഷ നേതാവായതും ഒക്കെ. 2003 മുതൽ നടന്ന സകല തെരഞ്ഞെടുപ്പ് ഇയാൾ മത്സരിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് മത്സരിച്ചത്? ഇന്ത്യൻ സിറ്റിസൺ ആണെന്ന് ഇലക്ഷൻ കമ്മീഷന് മുന്നിൽ അഫിഡവിറ്റ് എഴുതി കൊടുത്തിട്ട് ആണ് ഇയാൾ മത്സരിച്ചിരിക്കുന്നത്. അതൊക്കെ കള്ളമായിരുന്നു എന്നും ഇയാളൊരു ബ്രിട്ടീഷ് പൗരനാണെന്നും തെളിഞ്ഞാൽ കഴിഞ്ഞ 10-20 കൊല്ലം ഇയാൾ നാട്ടുകാരെ പറ്റിച്ചുകൊണ്ട് നടക്കുകയാണെന്നല്ലേ അർത്ഥം. പിന്നെ അല്ലാതെ എന്താണ് ഇയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ രാഹുൽ ഗാന്ധി ഇന്ത്യൻ ഭരണഘടനയാണെന്ന് പറഞ്ഞുകൊണ്ട് ഏതാണ്ട് ഒരു ചുമന്ന ബുക്കും പൊക്കി പിടിച്ചുകൊണ്ടാണ് എല്ലായിടത്തും നടക്കുന്നത്. അത് ഭരണഘടനയാണെന്ന് നോക്കണം, എന്താണെന്ന് അറിയത്തില്ല ഈ ഒരു ചുമന്ന ബുക്ക്. ഇനി അത് കള്ളമാണോ എന്ന് അറിയത്തില്ല. നമ്മുടെ നാട്ടിലെ കോൺഗ്രസ്സുകാർക്ക് മിനിമം ചെയ്യുവാൻ സാധിക്കുന്നത് സമയം കിട്ടുമ്പോൾ, നിങ്ങൾക്ക് സമയമില്ലാതെന്നറിയാം, നിങ്ങൾ ഈ സ്നേഹത്തിൻ്റെ കടയിലാണ് മുഴുവൻ സമയം കിട്ടുമ്പോൾ ഈ സാധനം, ഇയാൾ ഈ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്ന സാധനം അത് ഭരണഘടനയാണെങ്കിൽ അത് മിനിമം ഒന്ന് വായിച്ച് നോക്കുവാൻ രാഹുൽ ഗാന്ധിയോടൊന്ന് പറയണം. നമ്മുടെ ഭരണഘടന ഇരട്ട പൗരത്വം അനുവദിക്കുന്നില്ല. സ്വേച്ഛയാ രാഹുൽ ഗാന്ധി ബ്രിട്ടീഷ് പൗരത്വം സ്വീകരിച്ചിട്ടുണ്ട് എങ്കിൽ
ആ നിമിഷം ഇയാളുടെ ഇന്ത്യൻ പൗരത്വം റദ്ദാക്കപ്പെടും. ഈ രാഹുൽ ഗാന്ധിയുടെ പൗരത്വ വിഷയത്തിൽ ഡൽഹി ഹൈക്കോടതിയിൽ മാത്രമല്ല, അലഹബാദ് ഹൈക്കോടതിയിൽ മറ്റൊരു കേസ് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ അലഹബാദ് ഹൈക്കോടതിയിൽ നടക്കുന്ന കേസിൻ്റെ ഭാഗമായിട്ട് ഈ കേന്ദ്ര ഗവൺമെൻറ് ഇയാളുടെ പൗരത്വം ബ്രിട്ടാണോ അതോ ഇന്ത്യനാണോ എന്ന് തെളിയിക്കാൻ വേണ്ടി ഒരു CBI ടീമിനെ ഫോം ചെയ്ത് CBI അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഇന്നത്തെ നിലയ്ക്ക് രാഹുൽ ഗാന്ധിയുടെ പൗരത്വം അടിമുടി നിഗൂഢമാണ്. ഇയാൾ ഇന്ത്യനാണോ അതോ വേറെ വല്ലതും ആണോ എന്ന് നമുക്ക് സംശയമാണ്. അത് പൂർണ്ണമായിട്ടും അതിനകത്ത് വ്യക്തതയില്ല. ഇയാൾക്ക് 2 പാസ്പോർട്ട് ഉണ്ടെന്നാണ് പറയുന്നത്. ഒന്ന് രാഹുൽ ഗാന്ധി എന്ന പേരിലും മറ്റത് റൗൾ വിൻസി എന്ന പേരിലും. കോൺഗ്രസ്സുകാരുടെ ഭരണകാലത്ത് ചെയ്ത കലാപരിപാടികളാണ് ഇതൊക്കെ. ഏതായാലും ഈ നിഗൂഢത അധിക നാൾ ഇങ്ങനെ മുന്നോട്ട് പോകില്ല. നമ്മുടെ പാർലമെൻറ്റിനകത്ത് ഇരിക്കുന്നവൻ ഇന്ത്യനാണോ അതോ ബ്രിട്ടാണോ എന്ന് അധികം താമസിയാതെ തന്നെ നമുക്ക് തിരിച്ചറിയും. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. താങ്ക് യു സോ മച്ച്. വന്ദേ മാതരം.